ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് അജികുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. മുൻ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് അടിയന്തര ചികിത്സ ആവശ്യമുണ്ടെന്ന പരിഗണനയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അജികുമാറിന്റെ ഇരുവൃക്കകൾക്കും പ്രശ്നമുണ്ടെന്ന മെഡിക്കൽ റിപ്പോർട്ട് കോടതി പരിഗണിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയായതിനാൽ അജികുമാറിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷനും എതിർത്തില്ല. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് കോടതി ജാമ്യം നിഷേധിച്ചു. കഴിഞ്ഞ മാസം 23-നാണ് അജികുമാറിനെയും പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്തത്. 2019-ലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് 2025-ൽ PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികൾ കൊടുത്തുവിട്ടതെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി PS പ്രശാന്തിനും എ അജികുമാറിനും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളും ജാമ്യാപേക്ഷയുടെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യം തേടിയത്. ഇത് പരിഗണിച്ചാണ് അജികുമാറിന് കോടതി ജാമ്യം നൽകിയത്. അതേസമയം PS പ്രശാന്തിന് ജാമ്യം ലഭിക്കാത്തതിനാൽ സെപ്റ്റംബർ 1 വരെ റിമാൻഡിൽ തുടരണം. അമൃത ന്യൂസ്, കൊല്ലം.